മുന്നറിയിപ്പില്ലാതെ KSRTC ഓൺലൈൻ റിസർവേഷൻ കൗണ്ടറുകൾ അടച്ചുപൂട്ടിയെന്ന വാർത്ത വരുന്നു. ഇന്നലെ രാത്രിയാണ് KSRTC ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഉത്തരവിറക്കിയത്. ബുക്കിംഗ് കുറവായതിനാലാണ് കൗണ്ടറുകൾ പൂട്ടുന്നതെന്നാണ് ഉത്തരവിലുള്ളത്. പ്രതിമാസം 500-ൽ താഴെ ബുക്കിംഗ് മാത്രമാണുള്ളതെന്നും വിശദീകരണം. അതേസമയം സ്വകാര്യ ബസ്സുകളെ സഹായിക്കാനാണ് ഈ തീരുമാനം എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അഷിൻ ഡിയാഗോ, ഗുഡ് ഈവനിംഗ്. അടച്ചുപൂട്ടിയത് 1-2 അല്ല, 26 ഓൺലൈൻ കൗണ്ടറുകളാണ്. ബുക്കിംഗ് ഇല്ല എന്നാണോ പറയുന്നത്? ആ റൂട്ടിലൊക്കെ നല്ല രീതിയിൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഇത് ചാകരയാകുമല്ലോ. സുജി, അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മാസം ഏപ്രിലാണ്, മാത്രമല്ല അടുത്ത മാസം ഏപ്രിലാണ് വലിയ 2 ആഘോഷങ്ങൾ വരാനിരിക്കുന്നു. വിഷുവുണ്ട്, അതുപോലെ തന്നെ റംസാൻ അടക്കമുള്ള ആഘോഷങ്ങൾ വരാനിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ KSRTC 26 ഡിപ്പോകളിലെ ഇത്തരത്തിലുള്ള റിസർവേഷൻ കൗണ്ടറുകൾ ഇപ്പോൾ അടച്ചു പൂട്ടിയിരിക്കുന്നത്. ഈ ഉത്തരവ് പോലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ യൂണിറ്റ് ഓഫീസർമാർക്ക് പോലും ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന് കാരണമായി അവർ പറയുന്നത് ബുക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. പ്രതിമാസം 500-ൽ താഴെ ബുക്കിംഗുകൾ മാത്രമാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. ഇത് കഴിഞ്ഞ മാസത്തെ അടക്കം ഡേറ്റകൾ, റിസർവേഷൻ ഡേറ്റ പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ ഉത്തരവിൽ തന്നെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ബുക്കിംഗ് ഇത് കൗണ്ടറുകൾ അടച്ചു പൂട്ടിയതുകൊണ്ട് KSRTCക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം പ്രത്യേക ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ജീവനക്കാരെ ഒന്നും നിയമിക്കാതെയാണ് ഇത്തരത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ടിക്കറ്റ് ആൻഡ് ക്യാഷിലിരിക്കുന്നവർ തന്നെയാകും ഇത്തരത്തിൽ ഈ ബുക്കിംഗ് സൗകര്യങ്ങൾ ആ കൗണ്ടറിൽ ഇരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ജീവനക്കാരാണ് ഇതിനുവേണ്ടി ഇരിക്കുന്നത്. പല ഡിപ്പോകളിലും പ്രധാന ഡിപ്പോകളിൽ പോലും മറ്റ് ജീവനക്കാരെ എടുക്കാതെ അവിടെ തന്നെയുള്ള ജീവനക്കാരെ കൊണ്ടാണ് ഇത് ഓടിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ പൊടുന്നനെ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ഇവർക്ക് ഇത് അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് പ്രധാനമായും ആരോപണങ്ങൾ ഒന്ന്, സ്വകാര്യ ബസ്സുകൾക്ക് ഈ ഒരു ആഘോഷ നാളുകൾ അത് ചാകരയാക്കാൻ വേണ്ടി KSRTC തന്നെ അവസരമൊരുക്കി നൽകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പല ആളുകൾക്കും നേരിട്ട് അവിടെ വന്ന് റിസർവേഷൻ ബുക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരെയാണ്, അത്തരത്തിലുള്ള യാത്രക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ. തീർച്ചയായും മുന്നറിയിപ്പില്ലാതെയാണ് ഈ കൗണ്ടറുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നത്. KSRTC ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇത് സ്വകാര്യ ബസ്സുകളെ സഹായിക്കാനാണ് എന്ന ആക്ഷേപം കൂടി ഉയരുന്നത് ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.